ഇനി ഹുഫക്ക് കുറേ ഷർത്തുകളുണ്ട്. തടവുന്ന സമയത്ത് 5 ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട്, 5 നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഹുഫ ധരിക്കുന്ന സമയത്ത് ധരിക്കുന്ന ആൾ പൂർണ്ണമായും ശുദ്ധിയുള്ള ആളായിരിക്കുക. ശുദ്ധി എന്ന് പറയുമ്പോൾ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക. രണ്ടാമത്തേത്, ഈ ഹുഫ ധരിക്കപ്പെടുന്ന ഹുഫ ഫർളിൻ്റെ അവയവം മുഴുവനായിട്ടും മറയുന്നതായിരിക്കണം, അഥവാ ഞെരിയാണിക്ക് മുകളിൽ വരണം എന്നർത്ഥം. മൂന്നാമത്തേത്, 2 ഹുഫയും നജസിൽ നിന്ന് ശുദ്ധിയുള്ളതായിരിക്കണം. നാലാമത്തേത്, ഹുഫയുടെ ഉള്ളിലൂടെ കാലിലേക്ക് വെള്ളം തട്ടാത്ത രീതിയിലുള്ള ഹുഫയായിരിക്കണം, അഥവാ ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഹുഫയായിരിക്കണം ധരിക്കേണ്ടത്. അഞ്ചാമത്തേത്, ആവശ്യാനുസരണം അഴിക്കാനും ഇടാനും പറ്റുന്നതും ആയിരിക്കണം. ഇട്ട് കഴിഞ്ഞാൽ തീരെ ഊരാൻ പറ്റാത്തതാവാനും പാടില്ല, ആവശ്യാനുസരണം അഴിക്കാൻ പറ്റുന്ന